അക്ഷരം പഠിക്കാൻ സ്കൂളിൽ പോകണം. അപ്പോൾ ജീവിതം പഠിക്കാനോ? അതിന് ജീവിതമെന്ന സ്കൂളിൽ തന്നെ പോകണം. ജീവിതമെന്ന സ്കൂളിൽ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ് അനുഭവങ്ങൾ. സ്കൂളിൽ 1-ാം ക്ലാസ് മുതൽ നമ്മൾ അക്കങ്ങളും അക്ഷരങ്ങളും പഠിച്ചു തുടങ്ങുന്നു. പിന്നീട് മുതിർന്ന ക്ലാസുകളിൽ കൂട്ടി വായിക്കാനും കൂട്ടാനും കുറക്കാനും മറ്റും പഠിക്കുന്നു. സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റികൾ അങ്ങനെ ഉയർന്നുയർന്നു പോകുന്നു പഠിപ്പിന്റെ കോണിപ്പടികൾ. ജീവിതമെന്ന സ്കൂളിലും ഇങ്ങനെ തന്നെയാണ് പഠനം. ബാല്യത്തിൽ പഠിക്കുന്നത് കളിപ്പാട്ടങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ അക്ഷരമാലയോ. കൗമാരത്തിൽ കുറച്ചുകൂടി മുതിർന്ന ക്ലാസ്സിലെത്തുന്നു. അവിടെ പ്രധാന പഠനം പ്രണയം, സൗഹൃദങ്ങൾ എന്നിവയാണ്. കൂടാതെ ജീവിതത്തിന്റെ ഹൈസ്കൂൾ പാഠങ്ങളും. അന്നേരം ശ്രദ്ധ പഠനത്തെക്കാൾ പഠനേതര വിഷയങ്ങളിലായിരിക്കും. യൗവനത്തിൽ പഠനം കൂടുതൽ ഗൗരവതരമാവുന്നു. ജീവിതത്തിന്റെ നിഴലും നിലാവും നിശാഗന്ധിയും പിന്നിട്ട് ചൂടും വെയിലും വിയർപ്പും അനുഭവിക്കാൻ തുടങ്ങുന്നു. ജീവിതം എന്നത് തോല് കളയാതെ അപ്പാടെ തിന്നാൻ പറ്റുന്ന കാശ്മീർ ആപ്പിളല്ല. തോല് ചെത്തിക്കളഞ്ഞ് കുരു എടുത്തു മാറ്റി വിളഞ്ഞി കയ്യിൽ പറ്റാതെ ശ്രദ്ധിച്ച് തിന്നേണ്ട വരിക്കച്ചക്കയാണെന്ന് പഠിക്കുന്ന കാലം. മധ്യവയസ്സിൽ പുതുതായി ഒന്നും പഠിക്കാനും പഠിച്ചതൊന്നും മറക്കാനും കഴിയുന്നില്ല എന്നതാണ്. ഇനി പഠിച്ചിട്ട് എന്ത് കാര്യം എന്ന ചിന്തയും ഈ പ്രായത്തിൻ്റെതാണ്. അപ്പോഴേക്കും പഠനം പൂർത്തിയാക്കി മടങ്ങാൻ തുടങ്ങുന്ന നേരമായി കാണും. ഇതിനെ അലുമിനി കാലം എന്നും പറയാം. പണ്ട് കൂടെ പഠിച്ചവരെ കണ്ടുപിടിച്ച് സംഘടനയുണ്ടാക്കി ചാറ്റ് നടത്തി പഴയ ഓർമ്മകളുടെ ചാറ്റൽ മഴയിൽ കുതിരുന്ന നേരം. ആ മഴ കൊണ്ട് പനിക്കുമ്പോൾ ചിലർ തലയും തുവർത്തി വേഗം കയറിപ്പോരും. മറ്റു ചിലർ ആ ചാറ്റൽ മഴയെ പെരുമഴയാക്കി ആഘോഷിക്കും. വാർദ്ധക്യം ഒന്നും പഠിക്കുന്നുമില്ല, ഒട്ടും പഠിപ്പിക്കുന്നുമില്ല. എല്ലാവിധ പഠനത്തോടും ഗുഡ് ബൈ പറഞ്ഞ് സ്വന്തം മാളത്തിൽ മരിച്ചു ജീവിക്കുകയോ ജീവിച്ചു മരിക്കുകയോ ചെയ്യുന്ന കാലം. കണക്കെടുപ്പുകളുടെ കാലമെന്ന് വേണമെങ്കിൽ പറയാം. അനുഭവ പാഠങ്ങളുടെ ഒരു തുടർച്ചയാണ് ജീവിതം. വ്യക്തിപരമായ അനുഭവത്തിന്റെ ശക്തിക്ക് പകരം വെക്കാൻ തത്വശാസ്ത്രപരമായ അറിവുകൾക്കോ ഗുണപാഠ കഥകൾക്കോ കഴിയുകയില്ല. നിമിഷങ്ങൾ, തെരഞ്ഞെടുപ്പുകൾ, അനന്തരഫലങ്ങൾ എന്നിവയുടെ എണ്ണമറ്റ ത്രെഡുകളിൽ നിന്ന് നെയ്തെടുത്ത ഒരു വലിയ തുണിയാണ് ജീവിതം. പ്രണയ കഥകൾ വായിച്ചല്ല ആരും പ്രണയിക്കുന്നത്. പിന്നീട് അവർ വായിച്ചേക്കാമെങ്കിലും പുസ്തകം വായിച്ച് ആർക്കും ആരെയും പ്രേമിക്കാനും കഴിയില്ല. പ്രണയമെന്നത് ജീവിതത്തിന്റെ പുഞ്ചിരിയാണ്. അത് ജീവിതത്തിൽ നിന്നാണ് വരുന്നത്, വരേണ്ടതും. മോട്ടിവേഷൻ ക്ലാസുകൾ ഉത്തേജനം നൽകുമെങ്കിലും ആരുടെയും ക്ലാസുകൾ കേട്ടല്ല പരാജയത്തിൽ നിന്ന് നാം പാഠങ്ങൾ പഠിക്കുന്നതും പിന്നീട് വിജയത്തിൽ എത്തിപ്പെടുന്നതും. ഉണരൂ, എഴുന്നേൽക്കൂ, പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞ് നിരാശയുടെ ചാരത്തിൽ നിന്ന് നമ്മെ വിളിച്ചുണർത്തുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ്, അതിന്റെ അനുഭവങ്ങളാണ്. അല്ലാതെ ക്ലാസുകളോ പുസ്തകങ്ങളോ അല്ല. ഓരോ പരാജയവും വ്യക്തിപരമായ കൈപ്പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങളാണ്. ഒരു മെന്റർക്കും ഫലപ്രദമായി പറഞ്ഞു തരാൻ കഴിയാത്ത പാഠങ്ങൾ നമുക്ക് നമ്മുടെ ജീവിത അനുഭവങ്ങൾ പഠിപ്പിച്ചു തരുന്നു. നാം കേൾക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ തിയറിയാണ്. ഈ തിയറിയുമായി പോയാൽ ജീവിതത്തിന്റെ പരീക്ഷയിൽ പാസ് മാർക്ക് പോലും കിട്ടില്ല. സമയത്തെയും മരണത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണ വികസിക്കുന്നത് ജീവിത അനുഭവങ്ങളിലൂടെയാണ്. ചെറുപ്പത്തിൽ നാം സമയത്തെ അനന്തമായ വിഭവമായി കണക്കാക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരുടെ പ്രായം കാണുമ്പോൾ, നഷ്ടം നാവിഗേറ്റ് ചെയ്യുമ്പോൾ, വർഷങ്ങളുടെ വേഗത്തിലുള്ള കടന്നുപോക്കിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ജീവിതത്തിന്റെ നശ്വരത നാം തിരിച്ചറിയുന്നു. ഈ അറിവ് നമ്മുടെ തീരുമാനങ്ങളെയും മുൻഗണനകളെയും രൂപപ്പെടുത്തുന്ന
ഒരു ശക്തിയായി മാറുന്നു. ജീവിതം നൽകുന്ന അനുഭവത്തിന്റെ സൗന്ദര്യം അതിന്റെ സാർവത്രികതയിലും അതുല്യതയിലുമാണ്. ചില ജീവിത പാഠങ്ങൾ മനുഷ്യാനുഭവത്തിന് പൊതുവായതാണെങ്കിലും ചിലത് നമ്മുടെ വ്യക്തിപരമായിരിക്കും. ഒരേ ഇവന്റ് അത് ആദ്യമായി വീട് വിട്ടിറങ്ങുകയാണെങ്കിലും തൊഴിൽപരമായ തിരിച്ചടി നേരിട്ടതായാലും വ്യത്യസ്ത ആളുകളെ വ്യത്യസ്ത പാഠങ്ങൾ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ജീവിത പാഠങ്ങൾ പലപ്പോഴും വേഷം മാറി വരുന്നു. നിർഭാഗ്യമെന്ന് നമുക്ക് തോന്നിയത് പിന്നീട് മഹാഭാഗ്യമായി മാറുന്നു. നമുക്ക് ലഭിക്കാത്ത ജോലി നമ്മളെ ചിലപ്പോൾ കൂടുതൽ സംതൃപ്തമായ പാതയിലേക്ക് നയിച്ചേക്കാം. വേദനാജനകമായി അവസാനിച്ച ബന്ധം അവയെക്കുറിച്ചുള്ള സത്യങ്ങൾ നമ്മെ പഠിപ്പിച്ചേക്കാം. ജീവിത പാഠങ്ങൾ മനസ്സിലാക്കാൻ ജീവിക്കുക തന്നെ വേണം. മറ്റൊരാളുടെ ചെരുപ്പിൽ നടക്കാതെ സ്വന്തം ചെരുപ്പിട്ട് നടക്കുമ്പോഴേ നമ്മുടെ യാത്രയെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിലെ വിശാലമായ ക്ലാസ് മുറിയിൽ നാം എല്ലാവരും വിദ്യാർത്ഥികളാണെന്ന തിരിച്ചറിവ് വിനയം പാലിക്കാനും സഹനം കൈക്കൊള്ളാനും സഹിഷ്ണുത പുലർത്താനും നമ്മെ സഹായിക്കുന്നു. പ്രതിസന്ധി സമയങ്ങളിൽ ഈ സത്യം നമുക്ക് ആശ്വാസം നൽകുന്നു. ഓരോ സങ്കടവും, ഓരോ സന്തോഷവും, ഓരോ സാധാരണ ദിവസവും നമ്മുടെ വ്യക്തിഗത പാഠ്യപദ്ധതിയിൽ ഓരോ പുതിയ പാഠങ്ങൾ ചേർക്കുന്നു. ജീവിത പാഠങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മുടെ അവസാന നാളുകളിൽ പോലും നമ്മൾ പുതിയ ഉൾക്കാഴ്ചകളും ധാരണകളും നേടിക്കൊണ്ടിരിക്കുന്നു. ഈ ശാശ്വത പഠനം ഒരു ഭാരമല്ല, മറിച്ച് ഒരു സമ്മാനമാണ്. ഇത് ജീവിതത്തെ ചലനാത്മകവും അർത്ഥപൂർണവും വളർച്ചക്കുള്ള സാധ്യതകൾ നിറഞ്ഞതുമായി നിലനിർത്തുന്നു. ഓരോ ജീവിത പാഠവും നാം ഉൾക്കൊള്ളുമ്പോൾ നാം നമ്മുടെ ജീവിത അനുഭവങ്ങളെ സമ്പന്നമാക്കുകയാണ്. ജീവിതം ഒരു വലിയ പാഠപുസ്തകമാണ്. അനുഭവങ്ങൾ അതിലെ അധ്യായങ്ങളും